കർണാടക ഹാസനിൽ നിന്നും വരുന്ന ഒരു വാർത്ത. കൃഷിയിടത്തിൽ അടിമവേല. ഒരു മലയാളിയടക്കം 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. ഒരു പ്രതികരണമുണ്ട്, അതാദ്യം. 4 വർഷം പണിയെടുത്തവരുണ്ട്. പൈസ ഒന്നുമില്ല. ഭക്ഷണം കൊടുക്കൂ, രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം സംസാരിക്കാൻ പോകുന്ന തരില്ല. ഞങ്ങൾക്ക് രാവിലെ ഒരു ഷെഡ് ഉണ്ട്, അതൊരു കൂട്ടിയിട്ട് പിന്നെ അവർ പോകും. ഷെഡിൽ പുറത്തേക്ക് വിടില്ല. പിന്നെ അതേ രാവിലെ വന്നിട്ട് 6 മണി വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും. പണി ഇറക്കിയിട്ട് വരുമ്പോൾ 8 മണിയെല്ലാം ആവും. ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, മംഗലാപുരം വന്നിട്ടുണ്ടായി. മംഗലാപുരത്ത് വന്നിട്ട് കാറിൽ വന്നിട്ട് നീ ഇത് ജോലിക്ക് വരുന്നെന്ന് പറഞ്ഞു. ജോലിക്ക് വരുന്നു പറഞ്ഞു. ഞങ്ങൾ 5 പേരാളുണ്ട്. എന്ത് ഈ കാപ്പി തോട്ടത്തിൽ നിന്ന് പറഞ്ഞത് ഫസ്റ്റ്. അത് ആൾക്കെത്തിയിട്ട് ശുണ്ടി ഇഞ്ചിൻ്റെ പണിയെടുക്കും. 700 പറഞ്ഞത്. ഭക്ഷണമുണ്ടും പിന്നെ എല്ലാ സൗകര്യം തരാം, എല്ലാ സൗകര്യം തരാം എല്ലാം പറഞ്ഞു. മലയാളം ഉണ്ടായി. ഇങ്ങോട്ടുണ്ട്, പാലക്കാട്. രക്ഷപ്പെട്ടവർ ഇത് കന്നഡന്റെ അമ്മ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റ് കൊടുത്ത് സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. സാരംഗ്, അമ്പരപ്പിക്കുന്ന പ്രതികരണമാണ് ഉദയൻ നടത്തിയത്. ഇതാര് നടത്തിവന്ന കൃഷിയിടമാണ്? എങ്ങനെയായിരുന്നു ഇയാളുടെ ചെയ്തികൾ? രക്ഷപ്പെടുത്തിയത് ആരെയൊക്കെ? ഈ കൃഷിയിടത്തിന്റെ ഉടമയെ അറസ്റ്റ് ചെയ്യുകയോ മറ്റു നടപടികൾക്ക് വിധേയമാക്കുകയോ ചെയ്തിട്ടുണ്ടോ സാരംഗ്? പ്രജീഷ്, ഹാസൻ ജില്ലയിലെ ജുട്ടനഹള്ളി ഗ്രാമത്തിലാണ് ഈ രീതിയിൽ നിയമവിരുദ്ധമായി തൊഴിലാളികളെ കൊണ്ട് കൃഷിയിടത്ത് അടിമ ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. അവിടെയുള്ള ഇഞ്ചി ഫാമിലായിരുന്നു ഈ രീതിയിൽ തൊഴിലാളികളെ വേതനമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണമോ വെള്ളമോ പോലും നൽകാതെ അടിമവേല ചെയ്യിപ്പിച്ചിരുന്നത്. 18 തൊഴിലാളികളായിരുന്നു അവിടെ ഒരു ഷെഡിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. അങ്ങനെയുള്ള തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ മാതാവ് നൽകിയ പരാതിയിലാണ് ഹാസൻ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ ആ കൃഷിയിടത്തിൽ റെയ്ഡ് നടത്തിയത്. അവിടെ നിന്നാണ് പുത്തിക സ്വദേശി ഉദയൻ അടക്കമുള്ള ആളുകളെ 18 പേരെ അവിടെ നിന്ന് പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്നുള്ള സംഘം അവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ അതിൽ ഓരോ വ്യക്തികളെയും അവരുടെ സ്വദേശത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് പുത്തിക സ്വദേശിയായ ഉദയനെ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമയ്ക്കെതിരെയും കൃഷി നടത്തിയ ആളുകൾക്കെതിരെയും കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഹാസൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. പ്രജീഷ്.